നമസ്കാരം, ഞാൻ ഷീജ നേടിയാക്ക. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചിരട്ടയ്ക്ക് വൻ ഡിമാൻഡാണ്. വില കുതിച്ചു കയറുന്നു. ചിരട്ടയെ നിസ്സാരമായി കാണല്ലേ. വില കിലോയ്ക്ക് 32 രൂപ. തേങ്ങയുടെ വിധി നിർണ്ണയിക്കുന്നത് ചിരട്ടയാകുമോ? ചിരട്ടക്കരി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിലേക്കാണ് കേരളത്തിൽ നിന്നുള്ള ചിരട്ട പ്രധാനമായും പോകുന്നത്. അടുത്ത വീട്ടുകാർ തേങ്ങ ഉടയ്ക്കുമ്പോൾ നമ്മൾ ഒരു ചിരട്ടയെങ്കിലും ഉടയ്ക്കേണ്ടേ എന്നൊരു പഴഞ്ചൊല്ല് ഉണ്ട്. എന്നാൽ കേമത്വം കാണിക്കാൻ വേണ്ടി ഇനി ചിരട്ടയിൽ തൊട്ടുപോകരുത്. അത്ര നിസ്സാരമായി പൊട്ടിച്ചു കളയാൻ കിട്ടുന്ന ഒന്നല്ല ഇന്ന് ചിരട്ട. വില കിലോയ്ക്ക് 32 രൂപയായിരിക്കുന്നു. തേങ്ങാവിലയിൽ ഉണ്ടായ കുതിപ്പും ചാഞ്ചാട്ടവുമാണ് ചിരട്ടയുടെ ഈ ഡിമാൻഡിന് പിന്നിലെ പ്രധാന കാരണം. തേങ്ങയ്ക്ക് വിലയില്ലാത്ത സമയത്ത് കൊപ്ര എടുക്കുന്ന പണിയായിരുന്നു വ്യാപകമായിരുന്നത്. അന്ന് കൊപ്ര എടുത്താൽ ചിരട്ട ഒരു അധികപ്പറ്റായി കണക്കാക്കി പറമ്പുകളിലും മറ്റും കൂട്ടിയിടുമായിരുന്നു. എന്നാൽ ഇന്ന് തേങ്ങയ്ക്ക് വില കൂടിയതോടെ പലരും പച്ചത്തേങ്ങ പൊതിച്ച് വിൽക്കുവാൻ തുടങ്ങി. ഇതോടെ കൊപ്ര പണി കുറഞ്ഞു. ചിരട്ടയുടെ ലഭ്യത ഗണ്യമായി കുറഞ്ഞു. പഴയ ചിരട്ട കൂട്ടിയിട്ട കളങ്ങളെല്ലാം ഇപ്പോൾ കാലിയാണ്. 10 തേങ്ങയുടെ 20 മുറി ചിരട്ടയുണ്ടെങ്കിൽ ഒരു കിലോയോളം ആകും. കടയിൽ 27 രൂപ മുതലാണ് ഇതിന് വില നൽകുന്നത്. ഇത് തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ 32 രൂപ വരെ ലഭിക്കുന്നുണ്ട്. ചിരട്ടക്കരി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്കാണ് കേരളത്തിൽ നിന്നുമുള്ള ചിരട്ട പ്രധാനമായും പോകുന്നത്. സൗന്ദര്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലും പഴച്ചാർ, പഞ്ചസാര, വെള്ള എന്നിവ ശുദ്ധീകരിക്കുന്നതിനുമാണ് ചിരട്ടകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. കിൻഡൽ കണക്കിന് ചിരട്ടയാണ് ഏജന്റുമാർ കേരളത്തിൽ നിന്ന് സംഭരിച്ച് തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്നത്. ആക്രി തൊഴിലാളികൾ അടക്കം വീടുകൾ കയറി ഇറങ്ങി ചിരട്ട വാങ്ങുന്നുണ്ട്. ഇവർ തുച്ഛമായ വിലയാണ് നൽകുന്നത്. മുമ്പ് ചിരട്ടയ്ക്ക് വിലയില്ലാതിരുന്നപ്പോൾ വെറുതെ കൂടി കിട്ടുന്നത് ഒഴിവാക്കുവാൻ ആക്രി സൗജന്യമായി നൽകിയ വീടുകളും ധാരാളം ഉണ്ട്. വിദ്യാർത്ഥികൾ പോലും ഓൺലൈൻ വഴി ഓർഡറുകൾ സ്വീകരിച്ച് ചിരട്ട ശേഖരിക്കുന്ന സൈഡ് ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട്. കൗതുക വസ്തുക്കളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നവർക്കും ചിരട്ട ഏറെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ്. ആവശ്യത്തിനനുസരിച്ച് ചിരട്ട ഇനി കരകൗശലക്കാർക്ക് കിട്ടുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇത് ചിരട്ട ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ കൊപ്ര എടുത്ത ചിരട്ട പറമ്പിലേക്കും അടുക്കളയിലേക്കും വലിച്ചെറിഞ്ഞ കാലമൊക്കെ കഴിഞ്ഞു. ഇനി തേങ്ങയും ചിരട്ടയും തമ്മിൽ ഒരു വിലപ്പോര് ഉണ്ടാകുമോ? ചിരട്ടയുടെ വില തേങ്ങയെ മറികടക്കുമോ എന്ന ചിന്ത പോലും ചിലർക്ക് ഇല്ലാതില്ല. ചിരട്ട ഇന്ന് ഒരു സാധാരണ ഉൽപ്പന്നങ്ങളിൽ നിന്ന് മാറി വിലയേറിയ ഒന്നായി മാറിയിരിക്കുന്നു. ചൈന, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ എന്നിവിടങ്ങളിലേക്ക് ചിരട്ടക്കരി ഇപ്പോൾ കയറ്റി അയക്കുന്നുണ്ട്. ഇതിനുള്ള വലിയ വ്യവസായശാലകൾ തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ടെന്ന് സംഭരണ ഏജൻസികൾ പറയുന്നു. വെള്ളം ശുദ്ധീകരിക്കുന്നതിനും സൗന്ദര്യവർദ്ധന വസ്തുക്കൾ നിർമ്മിക്കാനും ചിരട്ടക്കരി ഉപയോഗിക്കുന്നു. തിരുവമ്പാടി മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കോക്കനട്ട് കോംപ്ലക്സിൽ നിന്ന് ശരാശരി 3 ടൺ ചിരട്ട മാസം തോറും കയറ്റി പോകുന്നുണ്ട്. നേരത്തെ ഇവിടെ നിന്ന് ചിരട്ട ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഉയർന്ന ആഗിരണ ശക്തി ഉള്ളതിനാൽ വായു ശുദ്ധീകരണത്തിനും ജലശുദ്ധീകരണത്തിനും ചിരട്ടയിൽ നിന്ന് നിർമ്മിക്കുന്ന ഉത്തേജന കരി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായി ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും പ്യൂരിഫയർ നിർമ്മാതാക്കൾ ചിരട്ടക്കരിയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ചിരട്ടക്കരി കൂടുതൽ സമയം കത്തി നിൽക്കും എന്നതും അമിതമായ പുക പുറപ്പെടുവിക്കുന്നില്ല എന്നതും കൂടുതൽ ചൂട് നൽകുന്നു എന്നതും മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ച് വ്യവസായങ്ങളിൽ ചിരട്ടക്കരിയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. ഇതിനും പുറമെ സുസ്ഥിതിക്കും പ്രാധാന്യം ഏറിയത് മൂലം ചിരട്ടയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന സ്പൂണുകൾ, ബൗളുകൾ, ജുവലറികൾ എന്നിവയ്ക്കും ആഗോള തലത്തിൽ പ്രചാരം വർദ്ധിച്ചതും ചിരട്ട കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് കാരണങ്ങളിൽ ഒന്നാണ്. വിൽക്കാനായി കിലോ കണക്കിന് ചിരട്ടകൾ ഇല്ലാത്ത സാഹചര്യമാണെങ്കിലും അവ വെറുതെ കളയേണ്ടതില്ല. വ്യത്യസ്ത വീട്ടാവശ്യങ്ങൾക്കായി ചിരട്ട ഉപയോഗിക്കാം. ഉദാഹരണത്തിന് കിണറ്റിലെ ജലം ശുദ്ധീകരിക്കുവാൻ 1-2 ചിരട്ട കത്തിച്ച് കിണറ്റിൽ ഇടാം. ചിരട്ടക്കരി ഉപയോഗിച്ച് ഓട്ടുപാത്രങ്ങളും പിച്ചള പാത്രങ്ങളും തേച്ചു കഴുകിയാൽ അവ പുതുപുത്തം പോലെ തിളങ്ങും. വീട്ടിനുള്ളിലെ വായു ശുദ്ധീകരിക്കുവാൻ തുറന്ന പാത്രത്തിൽ ചിരട്ടക്കരി സൂക്ഷിച്ചു വയ്ക്കാം. ദുർഗന്ധങ്ങൾ വലിച്ചെടുക്കുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ. നന്ദി, നമസ്കാരം.